ഫെബ്രുവരി 14 യുവതലമുറയുടെ ഇടയിൽ പരക്കെ പ്രചാരം ലഭിച്ചുവരുന്ന ഒരു ദിനാചരണം ആണല്ലോ വാലന്റൈൻ ദിനം. ഈ വാലന്റൈൻ ദിനത്തിന്റെ സാക്ഷാൽ കാരണഭൂതനായ വിശുദ്ധ വാലന്റൈന്റെ തിരുനാളാണ് സഭ ഇന്ന് സ്മരിക്കുന്നത്. ലഭ്യമായിരിക്കുന്ന ചരിത്ര രേഖകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് 3-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ റോമിലാണ് വാലന്റൈൻ ജനനവും ബാല്യവും കഴിക്കാനിട വന്നത്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ ഭരണകാലത്ത് റോമിൽ ക്രിസ്തീയ മതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ലാത്ത കാലയളവായിരുന്നു. അതായത് 324 ആണ്ടിന് മുമ്പ് ആയിരിക്കണം അത്. ക്ലോഡിയൂസ് രണ്ടാമനായിരുന്നു അക്കാലത്ത് റോമിന്റെ ഭരണകർത്താവ്. നാട്ടിലെ ക്രിസ്ത്യാനികളാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പീഡനങ്ങൾ ഏറ്റുവാങ്ങാൻ ഇടവരുന്ന ഒരു കാലം, മർദ്ദനമുറകൾക്ക് വിധേയനാകുന്ന ഒരു കാലം. ഈ കാലത്ത് ജീവിക്കാനിടവന്ന വാലന്റൈന് യേശുവിന്റെ ശക്തമായ ഉൾപ്രേരണയാൽ പുരോഹിതനായിട്ട് അഭിഷേകം ചെയ്യപ്പെടാനിടവരുന്നു. കൊച്ചനായിരിക്കെ തന്നെ മതമർദ്ദന ആ കാലയളവിൽ മതപീഡനത്തിന് വിധേയരായിട്ടുള്ള ക്രിസ്തു അനുയായികളുടെ ഇടയിൽ വളരെ സജീവമായ രീതിയിൽ പ്രവർത്തന നിരതമായ ഒരു വൈദികനായിരുന്നു വാലന്റൈൻ. അവരുടെ ഇടയിൽ ഒരു സാഹോദര്യത്തിന്റെ സംസ്കാരം വളർത്തിയെടുക്കാൻ അതീവം ശ്രദ്ധിക്കുകയും വളരെ ഒരു അളവിൽ അത് വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. പെൺകുട്ടികളും ആൺകുട്ടികളും ഒരേ പിതാവായ ദൈവത്തിന്റെ മക്കളാണെന്നും അതുകൊണ്ട് തന്നെ അവര് സഹോദരന്മാരാണെന്നും അതുകൊണ്ട് നാട്ടിൽ ഒരു സാഹോദര്യത്തിൻ്റെതായിട്ടുള്ള സംസ്കാരം ആണ് വളർത്തിയെടുക്കേണ്ടതെന്നും എന്നതായിരുന്നു വാലന്റൈന്റെ പ്രത്യേകമായ സംഭാവന. ഈ സംഭാവന സമൂഹത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങിയതിന്റെ അടിസ്ഥാനത്തിലും കൂടിയാകണം അന്നത്തെ റോമൻ പ്രീഫെക്റ്റായിരുന്ന ക്ലോഡിയൂസ് ചക്രവർത്തിയാൽ നിയമിതനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ വാലന്റൈനെ അറസ്റ്റ് ചെയ്യാനിടവരുന്നു. വാലന്റൈൻ അച്ഛനോട് പറയുന്നു, ക്രിസ്തുവിലുള്ള വിശ്വാസം താങ്കൾ ഉപേക്ഷിക്കുകയും ആ വിശ്വാസം സ്വീകരിക്കാനിടവരുന്നവരെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യണം. എന്നാൽ വാലന്റൈൻ അച്ഛൻ അതിന് ഒരു തരത്തിലും കൂട്ടുനിന്നില്ല. അപ്പോൾ പ്രീഫെക്ട് ഭീഷണി എന്ന വിധത്തിൽ വാലന്റൈനോട് പറയുകയാണ്, താങ്കളുടെ ജീവൻ അതിനെ പ്രതിഫലമായിട്ട് നൽകേണ്ടി വരും. അതിന് സന്തോഷത്തോടു കൂടി സമ്മതിച്ച് ജീവത്യാഗം ശിരച്ഛേദനം ചെയ്യപ്പെട്ടവനാണ് ഈ വന്യവൈദികൻ. ഈ ശിരച്ഛേദന കർമ്മം നടന്നത് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത് 270 ഫെബ്രുവരി മാസം 14-ാം തീയതി എന്നാണ്. അതുകൊണ്ടാണ് ഫെബ്രുവരി 14-ാം തീയതി അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായിട്ട് വാലന്റൈൻ ഡേ സർവലൗകികമായ രീതിയിൽ ഇന്ന് ആചരിച്ചു പോരുന്നത്. എന്നാൽ യുവജനങ്ങളുടെ ഇടയിൽ ഈ ആചരണം അല്പം വൈകാരിക തലത്തിലേക്ക് നീങ്ങുന്നുണ്ടോ എന്ന് വേണം വിചാരിക്കാൻ. പ്രണയത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രകാശനം എന്ന രീതിയിൽ ആ ദിനാചരണം തരം താന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അടുത്ത കാലത്ത് മനസ്സിലാക്കാനിടവരുന്നത്. വാലന്റൈൻ ഉന്നം വെച്ചതും പ്രവർത്തിച്ചതും അങ്ങനെ പ്രണയത്തിന്റെ ഒരു കാവ്യം, പ്രണയത്തിൻ്റെതായിട്ടുള്ള സംസ്കാരം യുവതലമുറയിൽ സൃഷ്ടിക്കുക എന്നുള്ളതല്ലായിരുന്നു. സാഹോദര്യത്തിൻ്റെതായിട്ടുള്ളൊരു സംസ്കാരം സൃഷ്ടിച്ചെടുത്ത് ശക്തമായൊരു കൂട്ടായ്മ വളർത്തിയെടുക്കുക എന്നുള്ളതായിരുന്നു വാലന്റൈന്റെ ഉദ്ദേശം. ആ ഉദ്ദേശത്തിലേക്ക് നാം തിരിച്ചു വരാൻ ഈ വർഷത്തെ വാലന്റൈൻ ഡേ ദിനാചരണം ഉപകരിച്ചാൽ അത് രക്ഷാകരമായി തീരും. അതാണ് നമ്മിൽ നിന്ന് വിശുദ്ധ വാലന്റൈനും ദൈവവും സഭയും പ്രതീക്ഷിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ.